നമ്മളങ്ങനെ കന്യാകുമാരിയിലെ തിരുപ്പതി ക്ഷേത്രത്തിൽ നിന്നും തിരിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 3-4 കിലോമീറ്ററിനുള്ളിലേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ഒരു വിവേകാനന്ദ ആശ്രമം നമ്മൾ കണ്ടു. അപ്പം ഞാൻ അവിടെ ഓട്ടോ നിർത്തി ഇറങ്ങി. ഇനി ബാക്കി അങ്ങോട്ട് നടക്കാമെന്ന് വിചാരിച്ചു. ഇവിടെ ആശ്രമത്തിന് തൊട്ടടുത്തായിട്ട് ഒരു ചെറിയൊരു ഒരു സ്തൂപം കണ്ടു. അപ്പം അതെന്താണെന്നൊന്ന് നോക്കി. അപ്പോൾ ഇനി നമ്മൾ ആശ്രമം ഒന്ന് കണ്ടിട്ട് വരാം. അവിടെ ഒരു മ്യൂസിയവും കാര്യങ്ങളും ഒക്കെ ഉണ്ടെന്നാണ്. ഞാൻ മുൻപൊരു തവണ കയറിയിട്ടുണ്ട്. വിവേകാനന്ദ സ്വാമികൾക്ക് വേണ്ടി സ്ഥാപിച്ച ഒരു ആശ്രമം. നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് ഈ കന്യാകുമാരിയിലേക്ക് കയറുമ്പോൾ നമ്മൾ ആദ്യത്തെ വീഡിയോയിൽ കാണിച്ച ഒരു ഗോപുരം ഉണ്ടല്ലോ, കന്യാകുമാരിയിലേക്ക് ടൂറിസ്റ്റ് കേന്ദ്രത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ആ ഗോപുരത്തിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെയാണ് ഈ ആശ്രമം സ്ഥിതി ചെയ്യുന്നത്. ശ്രീരാമകൃഷ്ണ മിഷൻ്റെ ആണെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മൾ ആശ്രമത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഇവിടെ സെക്യൂരിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാവർക്കും അലൗഡാണ്. ആർക്ക് വേണേൽ എപ്പോൾ വേണേൽ വന്ന് കയറാം. നല്ല വൃത്തിയുണ്ട്. ഇതിനകത്തോട്ട് കയറിയപ്പോൾ വൃത്തിയായിട്ട് സൂക്ഷിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കണ്ടില്ലേ, ഈ വിവേകാനന്ദൻ്റെ ഈ ആശ്രമത്തിൻ്റെ ആ ഒരു ഗോപുരത്തിനുള്ളിലോട്ട് പ്രവേശിക്കുമ്പോൾ 2 മതിലുകളിലും വിവേകാനന്ദ സ്വാമിയുടെ വചനങ്ങൾ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പം അതൊക്കെ ഷൂട്ട് ചെയ്ത് പതുക്കെ നമുക്കങ്ങോട്ട് നടന്നു പോകാമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇനി നമ്മൾ ഈ ആശ്രമത്തിനുള്ളിലെ ഒരു മ്യൂസിയത്തിലേക്കാണ് പ്രവേശിക്കുന്നത്. മ്യൂസിയം എന്ന് പറയുമ്പോൾ രാമായണ കഥകൾ, രാമായണത്തിലെ ശ്രീരാമൻ്റെ കഥകളുമായിട്ട് ബന്ധപ്പെട്ട ഒരു വലിയ ഒരു ഗ്യാലറിയാണ്, ആർട്ട് ഗ്യാലറി, മ്യൂസിയം എന്ന് പറയും. അപ്പോൾ അതിനകത്ത് എന്താണെന്നുള്ളത് നമുക്ക് പോയി നോക്കാം. നല്ല ഒരു ഓം വെച്ചിട്ടുണ്ട്. ഇതൊരു ചെറിയ ഗേറ്റാണ്. ടിക്കറ്റൊക്കെ എടുത്ത് വേണം അതിനകത്ത് കയറാനായിട്ട്. ആശ്രമത്തിൻ്റെ എൻട്രൻസ് കഴിഞ്ഞ് ഏകദേശം ഒരു 500 മീറ്റർ വരുന്ന സമയത്താണ്
വലത് സൈഡിലായിട്ട് അഹല്യാസ് റിഡംഷൻ. അങ്ങനെ നമ്മുടെ മതിലുകളിലൊക്കെ പല വചനങ്ങൾ, സീതാരാമ കല്യാണം, സീതാ വി ധർമ്മപതി, അങ്ങനെ രാമായണത്തിലെ പല വചനങ്ങളാണ് ആ മതിലിൽ എഴുതി വച്ചിരിക്കുന്നത്. നല്ല ഭംഗിയായിട്ട് തന്നെ ഇത് ചെയ്തിട്ടുണ്ട്. നല്ല ഭംഗിയിലും വൃത്തിയിലുമാണ് അത് സൂക്ഷിച്ചിരിക്കുന്നത്. പല പല വചനങ്ങൾ. സീത ഫോളോസ് ശ്രീരാമ, സുമിത്ര ഡെഡിക്കേറ്റ്സ് ലക്ഷ്മണ, അങ്ങനെ വളരെ ഭംഗിയായിട്ടുണ്ട്. ഗോൾഡൻ പാതുകാസ്, കൊള്ളാം, നല്ല മനോഹരമായിട്ടുണ്ട്. പാതുക പട്ടാഭിഷേകം. ഇതാണ് ആ മ്യൂസിയം എന്ന് പറയുന്നത്. ഇതിനുള്ളിൽ ഏക്കർ കണക്കിന് സ്ഥലമാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു ഈ ആശ്രമത്തിലെ അന്തേവാസികളൊക്കെ ധാരാളമായിട്ടുണ്ട്. അതൊക്കെ നമുക്കിനി അങ്ങോട്ട് പോകുന്ന വഴിക്ക് കാണാം. ഇതൊരു കണ്ടിരിക്കേണ്ട ഒരു സംഗതി തന്നെയാണ്. പക്ഷേ അധികം നമ്മൾ ഈ ടൂറിസ്റ്റ് പ്ലേസിനോട് കൂടുതൽ അടുത്ത സ്ഥലമല്ലാത്തത് കൊണ്ട് അധികം ആളുകൾ ഇവിടെ പോകാൻ സാധ്യത കുറവാണ്. പക്ഷേ ഇവിടെ വരുന്നവർ ഇത് കണ്ടിരിക്കണം. കന്യാകുമാരിയിൽ വരുന്നവർ ഇതും കണ്ടിരിക്കണം. ഇത് നല്ലൊരു സ്ഥലമാണ്. എൻ്റെ ക്യാമറ തിരിഞ്ഞു പോയതാ. ജടായു മോക്ഷം. മിക്കവാറും രാമായണ കഥകളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് ഭിത്തികളിൽ എഴുതി വച്ചിരിക്കുന്നത്. ശ്രീരാമായണ ഒരു ശിവഭഗവാന്റെ വലിയൊരു സിമെൻറ്റിൽ തീർത്ത ഒരു രൂപമുണ്ട്. അവിടെ മറ്റൊരു ഹോളാണ്. ശ്രീരാമ സുഗ്രീവ ഫ്രണ്ട്ഷിപ്പ്. അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങൾ ഇവിടെ ഇങ്ങനെ ആലേഖനം ചെയ്ത് വെച്ചിട്ടുണ്ട്. സമുദ്ര ഹനുമാൻ മീറ്റ്സ് സീതാദേവി. ഇതൊക്കെ ചിത്രങ്ങൾ സഹിതം ഈ മ്യൂസിയത്തിനുള്ളിലുണ്ട്. ഇത് മ്യൂസിയത്തിൻ്റെ ഗേറ്റ്, പ്രധാന കവാടമാണ്. പക്ഷെ അതുവഴി പ്രവേശനമില്ല. എനിക്കൊന്ന് വാഹനങ്ങൾ വല്ലതും വരികയാണെങ്കിൽ പ്രവേശിക്കാൻ വേണ്ടിയിട്ട് മാത്രമുള്ള ഒരു വലിയ ഗേറ്റ്. വാനരാസ് ബിൽഡ് ദിസ് സേതു. അതൊരു മറ്റെന്തോ ഒരു എക്സിബിഷൻ ഹാളാണ്. ഇതിനുള്ളിൽ ചെരുപ്പ് പ്രവേശിപ്പിക്കില്ല. എൻട്രി ഫീസ് 30 രൂപ എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഇതിനുള്ളിൽ ചെരുപ്പൊന്നും കയറ്റത്തില്ല. നമ്മൾ ഏകദേശം ആ ടൂറിസ്റ്റ് സ്ഥലത്തു നിന്ന് അല്ലെങ്കിൽ ആ റൗണ്ടിൻ്റെ അവിടെ നിന്ന് നമ്മൾ 1 കിലോമീറ്റർ വരണം. 1 കിലോമീറ്റർ ഏകദേശം 1 കിലോമീറ്റർ വന്നെങ്കിലേ നമുക്കിത് കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ നമ്മളങ്ങനെ അകത്ത് കയറി ഒരു ആൾ നിന്നിട്ട് ടിക്കറ്റ്
ക്യാമറ അലൗഡ് അല്ല, ഉള്ളിലേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. ചുറ്റിനും നിന്നൊക്കെ വീഡിയോസും ക്യാമറാസും ഫോട്ടോസും ഒക്കെ എടുക്കാം, പക്ഷെ അതിനുള്ളിലേക്ക് പ്രവേശിക്കാൻ പറ്റില്ല. അങ്ങനെ ഞാൻ ഉള്ളിലൊക്കെ കയറി തിരിച്ചിറങ്ങി. കാരണം ഉള്ളിലുള്ള കാഴ്ചകൾ എനിക്ക് കാണിക്കാൻ പറ്റത്തില്ല, കാരണം അത് ഫോട്ടോഗ്രാഫി അലൗഡ് അല്ല. ഇവിടെ ഹനുമാൻ സ്വാമിയുടെ ഒരു വലിയ വിഗ്രഹം വെച്ചിട്ടുണ്ട്, കല്ലിൽ തീർത്ത ഒരു വിഗ്രഹമാണ്. ഹനുമാൻ സ്വാമിയുടെ കല്ലിൽ തീർത്ത വലിയൊരു വിഗ്രഹമുണ്ട്. അത് നല്ല വൃത്തിയായിട്ടും ഭംഗിയായിട്ടും അത് അലങ്കരിച്ചിട്ടുണ്ട്. ഇതൊക്കെ ഏറ്റവും വലിയ പ്രത്യേകത, ഭിത്തികളിൽ പോലും ഒരു ശകലം പൊടിയോ അഴുക്കോ ഒന്നുമില്ലെന്നുള്ളതാണ്. വളരെ വൃത്തിയായിട്ട് സൂക്ഷിച്ചിരിക്കുക ഇതൊക്കെ. ഇതിൻ്റെ തൊട്ട് മുന്നിലായിട്ടൊരു നല്ലൊരു പൂന്തോട്ടം, അതിൻ്റെ ഗോപുരമൊക്കെ കാണാൻ വളരെ ഭംഗിയാണ്. ഗോൾഡൻ കളറിൽ ചെയ്തിരിക്കുകയാണ്. കണ്ടില്ലേ, നമ്മളിങ്ങനെ വെളിയിലോട്ട് ഇറങ്ങുന്ന സമയത്ത് നല്ലൊരു പൂന്തോട്ടമാണ്. അപ്പോൾ ആ പൂന്തോട്ടത്തിൽ മയിലും മാനും ഒക്കെ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ പിന്നെ ഒറിജിനൽ പോലെ തോന്നിക്കുന്ന തരത്തിലാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഹനുമാൻ സ്വാമിയുടെ വിഗ്രഹത്തിൻ്റെ ഒരു ലോങ് വീഡിയോ ഞാൻ എടുത്താൽ, വീഡിയോ എന്നുള്ള ഒരു മൊത്തത്തിലുള്ള ഒരു വീഡിയോ കിട്ടാൻ വേണ്ടിയിട്ട് ലോങ്ങിൽ നിന്നെടുത്തതാണ്. മാനും മയിലും, ഒരു കാളയുണ്ട്, കൊക്ക്, മയില്, മുയല്. നല്ലൊരു പൂന്തോട്ടം. പശുവും കിടാവും. അവിടെ കൃഷ്ണന്റെ ഒരു വിഗ്രഹം പൂന്തോട്ടത്തിന് നടുവിലുണ്ട്. മേച്ചും കളിച്ചും ചിരിച്ചും ഒരു കൃഷ്ണവിഗ്രഹം, പശുവിനോടൊപ്പം നിൽക്കുന്ന ഒരു കൃഷ്ണവിഗ്രഹം. അത് ഒരു ശിവഭഗവാന്റെ വലിയൊരു സ്തൂപം, വലിയൊരു പ്രതിഷ്ഠയാണ്. അതെനിക്ക് തോന്നുന്നത് സിമെന്റിൽ തീർത്തതാണ്. കൊള്ളാം, ഇവിടെ വന്ന് നിൽക്കാൻ നല്ല സുഖമുണ്ട്. വളരെ ശാന്തസുന്ദരമായ ഒരു അന്തരീക്ഷമാണ്. നല്ല ഭംഗിയായിട്ട് അലങ്കരിച്ചിരിക്കുന്ന ആന, ധാരാളം ടൂറിസ്റ്റുകൾ ഇവിടെ ഉണ്ട്. നമുക്കിതിനൊരു പ്രദക്ഷിണം വെച്ചിട്ടുണ്ട്. ഇവിടെ ഡ്രിങ്കിങ് വാട്ടറിനുള്ള ഫെസിലിറ്റി ഉണ്ട്. ഇതാണ് നമ്മൾ എൻട്രൻസ്, ആ ഹോളിലേക്കുള്ള എൻട്രൻസ് ആണ്. ഡ്രിങ്കിങ് വാട്ടർ ഫെസിലിറ്റി ഉണ്ട്. ഒത്തിരി വെള്ളം കുടിക്കാനെന്ന് വെച്ച് കയറിയതാണ്. ഇവിടെ എത്തിയപ്പോഴത്തേനും ദാഹിച്ചു, രാവിലെ ഇറങ്ങിയതല്ലേ. തിരിച്ച് നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആശ്രമത്തിലെ കാഴ്ചകളൊക്കെ കഴിഞ്ഞ് തിരിച്ച് നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഭിത്തികളിൽ നമ്മൾ അങ്ങോട്ട് പോയപ്പോൾ അപ്പുറത്തെ സൈഡാണ് എടുത്തത്, ഇങ്ങോട്ട് വന്നപ്പോൾ ഇപ്പുറത്തെ സൈഡ് എടുത്തു വരാമെന്ന് വെച്ചു. വിവേകാനന്ദ സ്വാമികളുടെ പല വചനങ്ങളും ഒന്ന് ഷൂട്ട് ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. ഇത് വായിക്കാൻ പറ്റുന്നവർ വായിക്കുക. ട്രൂത്ത്, പ്യൂരിറ്റി ആൻഡ്
എത്തി. ശ്രീരാമായണ വെൽക്കം ടു ശ്രീരാമായണ ദർശനം. ഭാരത് മാതാ സദനം. അപ്പോൾ ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയ സമയത്ത് അവിടെ ഒരു മറ്റെന്തോ ഒരു ക്ഷേത്രവും കുളവും കൂടെ കണ്ടു, കുളമൊക്കെ കണ്ടു. അപ്പോൾ ആ കുളം ഒന്ന് ഷൂട്ട് ചെയ്യാമെന്ന് വെച്ച് ഇങ്ങോട്ട് വന്നതാണ്. തമിഴിലാണ് എഴുതി വെച്ചിരിക്കുന്നത്. ഏതോ ഒരു ക്ഷേത്രം, അതിന് ഫ്രണ്ടിലായിട്ടൊരു പൂക്കടയുണ്ട്, അതേപോലെ പാനിപ്പൂരി വിൽക്കുന്ന ഒരു കടയുണ്ട്. ഇതാണ് കുളം. ഞാൻ ആ കുളത്തിൻ്റെ ഭംഗി കണ്ട ഇറങ്ങിയത്. പക്ഷേ നമുക്കൊന്ന് നോക്കാം, അതിലേക്ക് പ്രവേശിക്കുന്ന വഴിയൊന്നും കാണാൻ വയ്യ. കണ്ടില്ലേ, നല്ലൊരു വൃത്തിയായിട്ട് സൂക്ഷിച്ചിരിക്കുന്ന ഒരു കുളമാണ്. അപ്പം അതിൻ്റെ ഒരു ഭംഗി കണ്ടുകൊണ്ടാണ് ഇവിടെ ഇറങ്ങിയത്. നമുക്ക് ഇനിയിപ്പോൾ ക്ഷേത്രം അടച്ചോന്ന് അറിഞ്ഞുകൂടാ, ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കാൻ പറ്റുമോന്നൊന്ന് നോക്കാം. ഇതിൻ്റെ എൻട്രൻസ് ഇതുവഴിയാണെന്നുള്ളത് ഒരു പിടുത്തമില്ല. ഈ സൈഡിൽ കൂടെ ഒന്ന് പോയി നോക്കാം. ഇവിടെ ഒരു റോഡ് അങ്ങോട്ട് കിടപ്പുണ്ട്, മെയിൻ റോഡാണ്, ടാറിട്ട റോഡാണ്. എല്ലാം തമിഴിലാണ് എഴുതി വെച്ചേക്കുന്നത്, അതുകൊണ്ട് ഒരു പിടുത്തവും ഇല്ല. ആരോ മാത്രം അറിയാം. അയ്യോ, ഇവിടെ ഒരു ആംബുലൻസ് ഉണ്ട്. ഇവിടെ എല്ലാം വേലി കെട്ടിയേക്കുക. ഇതുവഴിയാണ് എനിക്ക് തോന്നുന്നത്, ഫ്രണ്ടിൽ കണ്ടത് തന്നെയാണ് എൻട്രൻസ്. ഇതുവഴി എങ്ങാനും കുറുക്ക് ചാടാൻ വല്ല വഴിയുണ്ടോ എന്ന് ഞാനൊന്ന് നോക്കിയതാണ്. കാരണം ക്ഷേത്രം അടച്ച് കാണണം, ഇല്ലെങ്കിൽ ആ മെയിൻ ഗേറ്റ് അങ്ങനെ അടച്ചിടത്തില്ലല്ലോ. ഇതുവഴി കുറുക്ക് വഴി വല്ലതും ചാടാമെങ്കിൽ അകത്ത് കയറി ക്ഷേത്രം ഒന്ന് ഷൂട്ട് ചെയ്യാം എന്ന് പ്രതീക്ഷിച്ചിറങ്ങിയതാ. രക്ഷയില്ല. നമുക്കെന്തായാലും ഇത് വെളിയിൽ നിന്ന് ഷൂട്ട് ചെയ്യാം. ഇതെടുക്കാൻ പറ്റില്ല, ഇതിനകത്ത് പ്രവേശിക്കാനൊന്നും പറ്റില്ല. ഇവിടെ ഒരു ചെറിയ മണ്ഡപമൊക്കെ ഉണ്ട്. അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. നമുക്ക് അടുത്ത എപ്പിസോഡുമായിട്ട് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അടുത്ത വീഡിയോ നമുക്ക് മിക്കവാറും ഒരു മ്യൂസിയമാണ് ഉള്ളത്, ഷൂട്ട് ചെയ്യാനുള്ളത്, വാക്സ് മ്യൂസിയം. അപ്പോൾ നമുക്ക് ആ വാക്സ് മ്യൂസിയം, അതേപോലെ നമ്മുടെ റെയിൽവേ സ്റ്റേഷനൊക്കെയാണ് ഷൂട്ട് ചെയ്യാനുള്ളത്. ഓക്കെ, താങ്ക് യു.